എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന ബുക്കിലെ 12th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. അതായത് ഗദ്യത്തിലെ 3rd ചാപ്റ്ററിൻ്റെ പേരാണ് തന്താര വാമിരോ കഥ. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് പ്രശ്നോं के उत्तर 1-2 पंक्तियों में दीजिए. 1-2 ലൈനിൽ ആൻസേഴ്സ് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. തന്താര വാമിരോ കഹാ കി കഥ ഹേ. തന്താര വാമിരോ എവിടത്തെ കഥയാണ്? തന്താര വാമിരോ കി കഥ നിക്കോബാർ ദ്വീപ് സമൂഹ പ്രമുഖ ദ്വീപ് കാർ നിക്കോബാർ കി ഹേ. തന്താര വാമിരോയിൻ്റെ കഥ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ പ്രമുഖ ദ്വീപായ കാർ നിക്കോബാറിലേത് ആണ്. ഇതിൽ പ്രമുഖ ദ്വീപ് എന്ന് ആവശ്യമില്ല കേട്ടോ, പ്രമുഖ ദ്വീപ് എന്ന് മതി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡമാൻ നിക്കോബാർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. തന്താര വാമിരോ കി കഥ അൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹക്കെ ഏക് ലോക് കഥ ഹേ എന്നാണ് കുറച്ചും കൂടി നന്നായിരിക്കുക. തന്താര വാമിരോ കി കഥ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹക്കെ ഏക് ലോക് കഥ ഹേ. അല്ലാന്നുണ്ടെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹക്കെ പ്രമുഖ കാർ നിക്കോബാർ ദ്വീപ് കി ഹേ. എങ്ങനെ വേണം എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാമിരോ അപ്ന ഗാന ക്യൂ ഭൂൽ ഗയി. വാമിരോ തൻ്റെ പാട്ട് എങ്ങനെയാണ് മറന്നുപോയത്? വാമിരോ മന്ത്രമുഗ്ധ ഹോക്കർ ഗാന ഗാ രഹി ഥി. കി വാമിരോ മുഴുകി പാട്ട് പാടുമായിരുന്നു, പറഞ്ഞാൽ നല്ലോണം ഇൻവോൾവ് ആയിട്ട് പാട്ട് പാടുമായിരുന്നു. എക്കായക് സമുദ്രക്ക് ഏക് ഊഞ്ചി ലഹറിനെ ഉസെ ഭിഗോ ദിയാ താ. പെട്ടെന്ന് സമുദ്രത്തിൻ്റെ ഒരു വലിയ തിരമാല അവളെ നനച്ചിട്ട് പോയി. ഊഞ്ചി ലഹർ ഉയർന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തിരമാല. വ ഹഡബഡാക്കർ ഉഠ് ബൈട്ടി. അവൾ പെട്ടെന്ന് ധൃതിയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബായിട്ട് പിന്നെ ആ മുഴുകിയതിൽ നിന്ന് പുറത്തു വന്നു. ഉട്ടെന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പില്ല കേട്ടോ. ऐसी स्थिति में उसने गाना बंद कर दिया था. അങ്ങനെയുള്ള അവസ്ഥയിൽ അവൾ പാട്ട് പാടൽ നിർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, തന്താരാനെ വാമിരോസെ ക്യാ യാചനാക്കി. തന്താര വാമിരോൻ്റെ അടുത്ത് എന്താണ് യാചിച്ചത്? തന്താര ने വാമിരോ से अगले दिन उसी स्थान पर उससे मिलने की याचना की. തന്താര വാമിരോയിനോട് നെക്സ്റ്റ് ഡേ അതേ സ്ഥാനത്ത് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് യാചിച്ചു, അഥവാ റിക്വസ്റ്റ് ചെയ്തു എന്ന് പറയാം. ഇസ്സെ പൂർവ്വ ഉസ്നെ ഏക് ഓർ യാചന കി. അതിൻ്റെ മുമ്പായിട്ട് ഇനിയൊരു റിക്വസ്റ്റ് എന്താ ചെയ്തത്? വ അപ്പന അധൂര ഗാന പൂരാ കരേ. അധൂര പാതി നിർത്തിയ പാട്ടിനെ മുഴുമിക്കാനും കൂടിയിട്ട് റിക്വസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്താര ഓർ വാമിരോ കെ ഗാവ് കി ക്യാ രീതി തി. തന്താരയുടെയും വാമിരോവിൻ്റെയും വില്ലേജിലത്തെ രീതി എന്തായിരുന്നു? അവരുടെ കൾച്ചർ എങ്ങനെയായിരുന്നു? തന്താര ഓർ വാമിരോ കെ ഗാവ് കി രീതി തി കി വഹാ കെ നിവാസി കേവൽ അപ്പനെ ഗാവ് വാലോं के साथ ही വിവാഹ കർ സക്തേ തേ. തന്താരയുടെയും വാമിരോവിൻ്റെയും വില്ലേജിലത്തെ രീതി എന്തായിരുന്നു എന്ന് വെച്ചാൽ വഹാക്കെ നിവാസി, അവിടുത്തെ നിവാസികൾ അഥവാ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കേവൽ അപ്പനെ ഗാവ് വാലോं के साथ ही അവരുടെ ഗ്രാമത്തിലുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ വിവാഹ കർ സക്തേ തേ, വിവാഹം കഴിക്കാൻ സാധിക്കുള്ളൂ. പറഞ്ഞ ആ ഗ്രാമത്തിലുള്ളവർ വെളിയിലുള്ള ആൾക്കാരായിട്ട് അല്ലെങ്കിൽ വേറെ വല്ല ഗ്രാമത്തിലുള്ളവരായിട്ട് വിവാഹം കഴിക്കാൻ തമ്മിൽ സാധ്യമല്ല. गांव के बाहर के किसी लड़के या लड़की से विवाह करना अनुचित माना जाता था. അവരുടെ ഗ്രാമത്തിൽ നിന്ന് വെളിയിലുള്ള ഏതെങ്കിലും ആൺകുട്ടികളായിട്ടോ പെൺകുട്ടികളായിട്ടോ വിവാഹം കഴിക്കുന്നത് അനുചിത്ത്, യോജിച്ചതല്ല എന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോധ് മേ തന്താരാനെ ക്യാ കിയാ. ദേഷ്യത്തിലെ തന്താര എന്താണ് ചെയ്തത്? ഗാവ് വാലോ ഓർ വാമിരോ കി മാ ദ്വാര അപമാനിത് ഹോനെ കെ ബാദ്. ആ ഗ്രാമവാസികളും പിന്നെ വാമിരോയിൻ്റെ അമ്മയും ഇവർ രണ്ടുപേരുടെ അടുത്തുനിന്നും അപമാനിതനായതിൻ്റെ ശേഷം തന്താരയെ അപമാനിച്ചു അല്ലേ. അപ്പം അങ്ങനെ അപമാനിതനായതിനു ശേഷം തന്താരയ്ക്ക് ക്രോധ് ടിക്കാന ന രഹ. തന്താരയുടെ ദേഷ്യത്തിന് ഒരു അതിരില്ലായിരുന്നു. ടിക്കാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ്, ഒരു അതിര്, ഒരു സ്റ്റോപ്പ്, അത് ഇല്ലായിരുന്നു. ടിക്കാന ന രഹ. ക്രോധ് മേ ഹി ഉസ്നെ അപ്നെ തൽവാർ നിക്കാൽ കർ ഉസെ പൂരി ശക്തി സെ ധർത്തി മേ ഘോപ്പ് ദിയ. ആ ദേഷ്യത്തിൽ തന്നെ തന്താര ആ വാളെടുത്ത് ഉസെ പൂരി ശക്തി സെ മുഴുവൻ ശക്തിയോടുകൂടി ധർത്തി മേ ഘോപ്പ് ദിയ, ഭൂമിയിൽ അതിനെ കുത്തി ഇങ്ങനെ. പിന്നെ ഓർ പൂരി താക്കത്ത് സെ കീഞ്ചനെ ലഗ. കുത്തും എന്താന്ന് വയ്ക്കുക, അത് കുറച്ച് ആഴത്തിൽ ഇങ്ങനെ പോവില്ലേ ഉള്ളിലേക്ക്, എന്നിട്ട് മുഴുവൻ ശക്തിയോടുകൂടി അതിനെ കീഞ്ചനെ ലഗ ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. അപ്പം എന്താണ്, ഭൂമി ഇങ്ങനെ കട്ടാവണ പോലെ ആവില്ലേ, ജിസ്സെ ധർത്തി മേ സീതി ദരാർ ആ ഗയി. അതുകൊണ്ട് ഭൂമിയിൽ നേരെ ആ വലിച്ചു കൊണ്ടുപോയ വഴി മുഴുവനും എന്താണ്, ക്രാക്ക് വന്നു. ദരാർ എന്ന് വെച്ചാൽ ക്രാക്ക്. ഓർ ധർത്തി ദോ ടുക്കടെ മേ ഭട്ട് ഗയി. ആ ഭൂമി 2 തുണ്ടായിട്ട് പിളർന്നു.
बंट गया എന്ന് വെച്ചാൽ എക്സാക്റ്റ് മീനിങ് ഡിവൈഡ് ആവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നിമ്നലിഖിത് പ്രശ്നों के उत्तर 25 या 30 शब्दों में लिखिए. 25 to 30 വേർഡ്സിൽ ആൻസേഴ്സ് എഴുതാനുള്ളതാണ്. തന്താര की तलवार के बारे में लोगों का क्या मत था? തന്താരായിൻ്റെ വാളിനെ പറ്റിയിട്ട് ജനങ്ങൾ എന്തായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? മത്തെന്ന് വെച്ചാൽ ബുദ്ധി, പറഞ്ഞാൽ അവർ പറയുന്നതനുസരിച്ച് എന്തായിരുന്നു? तंतारा की तलवार के बारे में लोगों का यह मत था कि लकड़ी की होने के बावजूद തന്താരേൻ്റെ തൽവാറിനെ പറ്റിയിട്ട് ജനങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, അവരുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, അത് വുഡിൻ്റെ ആയതുകൊണ്ട് ഉസ് തൽവാർ മേ അദ്ഭുത് ദൈവീയ ശക്തി थी, ആ വാളിൽ എന്തോ ഒരു അദ്ഭുതമായിട്ടുള്ള ദൈവിക ശക്തി ഉണ്ടായിരുന്നു എന്ന്. വഹ അപ്നി തൽവാർ കോ അപ്നെ സെ കഭി ഭി അലഗ് ന ഹോനെ ദേത്താ था. തന്താരയുടെ തൽവാറിനെ ഒരിക്കലും തൻ്റെ അടുത്തു നിന്ന് മാറ്റില്ല, അതിനെ സെപ്പറേറ്റ് ആക്കില്ലായിരുന്നു. और दूसरों के सामने उसका उपयोग नहीं करता था, മറ്റുള്ളവരുടെ മുന്നിൽ അതിനെ ഉപയോഗിക്കുകയും ഇല്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാമീരോനെ തന്താരാക്കോ ബേരുക്കി സെ ക്യാ ജവാബ് ദിയ? വാമീരോ തന്താരായിന് ബേരുക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ, വിമുഖത, നിസ്സംഗത ഓടുകൂടി എന്ത് ഉത്തരമാണ് പറഞ്ഞത്? वामीरों ने तंतारा को बेरुकी से जवाब दिया कि वह उसके कहने पर गाना क्यों गाए. വാമീരോ തന്താരയുടെ അടുത്ത് ബേരുക്കിയായിട്ട് ഒരു ഇഷ്ടമല്ലാത്ത രീതിയിൽ മറുപടി പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇപ്പം ഞാൻ എന്തിനാ പാട്ട് പാടേണ്ടത്? ഉസ്കെ കഹനെ പർ ഗാന ക്യൂം ഗായേ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ പാടണോ? വഹ പെഹലെ ഉസെ ബതായെ കി വഹ കോൻ ഹെ. അപ്പോൾ ആദ്യം എന്താണ് ചോദിച്ചത്? ആരാണ് എന്ന് ചോദിച്ചു. തന്താരയുടെ അടുത്ത് വാമീരോ ചോദിച്ചു ആദ്യം ആരാണ്, നിങ്ങൾ ആരാണെന്ന്. വഹ ഉൻസെ അസംഗത് പ്രശ്ന ക്യൂ കർ റഹാ ഹെ. ആവശ്യമില്ലാത്ത, അസംഗത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുചിതമായിട്ടുള്ള, യോജിക്കാത്തത്. അപ്പോൾ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ അടുത്ത് എന്തിനാണ് ചോദിക്കുന്നത് എന്നും ചോദിച്ചു അവൾ. വഹ ഉസെ ഘൂർ ക്യൂ റഹാ ഹെ, എന്തിനാണ് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഘൂർണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറിച്ചു നോക്കുന്നത് എന്നും ചോദിച്ചു. വഹ അപ്നെ ഗാവ് के पुरुष के अलावा किसी अन्य को जवाब देने को विवश नहीं है. അവളുടെ ഗ്രാമത്തിലുള്ള പുരുഷന്മാർക്കല്ലാണ്ട് മറ്റുള്ളവർക്ക് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥയല്ല എന്നും പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്താര വാമീരോ की त्यागमयी मृत्यु से निकोबार में क्या परिवर्तन आया? തന്താര വാമീരോൻ്റെ ത്യാഗമയമായിട്ടുള്ള ആ മരണം കൊണ്ട് നിക്കോബാറിൽ എന്ത് മാറ്റമാണ് വന്നത്? അവരുടെ സാക്രിഫൈസ് കൊണ്ട്. തന്താര വാമീരോ की त्यागमयी मृत्यु से निकोबार में यह परिवर्तन आया कि അവരുടെ മരണം കൊണ്ട്, അവരുടെ ത്യാഗം കൊണ്ട് അവിടെ എന്ത് മാറ്റമാണ് വന്നത് എന്ന് വെച്ചാൽ, വഹാ ലോഗ് അബ് ദൂസരെ ഗാവോ സെ ബി വൈവാഹിക് സംബന്ധ സ്ഥാപിത് കർണേ ലഗേ. അവിടെയുള്ള ജനങ്ങൾ മറ്റുള്ള ഗ്രാമത്തിലെ ജനങ്ങളും ആയിട്ട് വിവാഹ സംബന്ധങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി, പറഞ്ഞാൽ തമ്മിൽ വിവാഹം കഴിക്കാൻ തുടങ്ങി. दोनों की त्यागमयी मृत्यु ने लोगों की विचारधारा में एक सुखद तथा अद्भुत परिवर्तन ला दिया. രണ്ടുപേരുടെയും ആ സാക്രിഫൈസ് കൊണ്ട്, ത്യാഗം കൊണ്ട് ജനങ്ങളുടെ വിചാരധാര, ജനങ്ങളുടെ ചിന്തിക്കുന്ന ആ രീതിയിൽ എക് സുഖദ്, ഒരു നല്ല രീതിയിലുള്ള, പറഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം, സുഖം തോന്നിക്കുന്ന വിധത്തിൽ പോസിറ്റീവായിട്ടുള്ള, അദ്ഭുതമായിട്ടുള്ള ഒരു മാറ്റം വന്നു. തഥാ ഉൻകി റൂഢിവാദി പരമ്പരയും ബി പരിവർത്തിത് ഹോ ഗയി. അതുമാത്രമല്ല അവരുടെ റൂഢിവാദി പരമ്പര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ പഴഞ്ചനായിട്ടുള്ള, ഒരർത്ഥമില്ലാത്ത, പറഞ്ഞാൽ അത് നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതാണ് റൂഢിവാദി എന്ന് വെച്ചാൽ. റൂഢിവാദി എന്ന് വെച്ചാൽ അവർ ഏറ്റവും കുറേ ഒരിക്കലും മാറാൻ, ചേഞ്ച് ആവാൻ തയ്യാറല്ലാത്ത ആൾക്കാരെയാണ് പറയുക. അപ്പോൾ അങ്ങനത്തുള്ള പഴഞ്ചൻ രീതിയുള്ള പരമ്പരകളെല്ലാം മാറ്റം സംഭവിച്ചു. നിക്കോബാർക്കെ ലോഗ് തന്താരക്കോ ക്യൂ പസന്ദ് കർത്തേ തേ. നിക്കോബാറിലെ ജനങ്ങൾ തന്താരയെ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്? നിക്കോബാർക്കെ ലോഗ് തന്താരക്കോ ഉസ്കെ സാഹസി ഓർ പരോപകാരി സ്വഭാവ് കെ കാരൺ പസന്ദ് കർത്തേ തേ. നിക്കോബാറിലെ ജനങ്ങൾക്ക് തന്താരയുടെ സാഹസി, വളരെ ധൈര്യശാലിയും പിന്നെ പരോപകാരി, മറ്റുള്ളവർക്ക് എന്നും ഉപകാരം ചെയ്യുന്ന സ്വഭാവവും ആയിട്ടുള്ള കാരണത്താലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വഹ സദൈവ് ദൂസറോं की സഹായത करने में വിശ്വാസ് रखता था. തന്താര എപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിലാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. और समूचे द्वीपवासियों की सेवा करना अपना कर्तव्य समझता था. സമൂചെ എൻറ്റയർ, മൊത്തത്തിൽ മുഴുവൻ ദ്വീപവാസികളെയും സേവിക്കുക അഥവാ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തൻ്റെ കർത്തവ്യമായിട്ട് കണക്കാക്കിയിരുന്നു. ദ്വീപുവാസിയോ എന്നുള്ളതിൽ ആ ദൂന്നില്ല കേട്ടോ, ദ്വീപുവാസിയോ.
नेक्स्ट क्वेश्चन 50 to 60 വേർഡ്സിൽ ആൻസർ എഴുതാനുള്ളതാണ്. നിക്കോബാർ ദ്വീപ് समूह में विभक्त होने के बारे में निकोबारियों का क्या विश्वास है? നിക്കോബാർ ദ്വീപ് സമൂഹ ഡിവൈഡ് ആയതിനെ പറ്റിയിട്ട് നിക്കോബാരികൾക്ക് എന്ത് വിശ്വാസമാണ് ഉണ്ടായിരുന്നത്? निकोबार द्वीप समूह के विभक्त होने के बारे में निकोबारियों का यह विश्वास है कि നിക്കോബാർ ദ്വീപ് സമൂഹം ഡിവൈഡ് ആയതിനെ പറ്റിയിട്ട് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നിക്കോബാരികൾക്കുള്ള വിശ്വാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പ്രാചീന കാലമേ യെ ദോനോ ദ്വീപ് ഏക് ഹി തേ, പഴയ കാലത്ത്, വളരെ പഴയ കാലത്ത് ഈ രണ്ട് ദ്വീപും ഒന്നായിരുന്നു. ഇൻകെ വിഭക്ത് ഹോനെ മേ തൻതാര और വാമിരോ की പ്രേം കഥാ की ത്യാഗമയി മൃത്യു ഹേ. അത് രണ്ടും വിഭക്ത് ഹോനെ മേ ഡിവൈഡ് ആയതിൻ്റെ പിന്നിൽ തന്താരയുടെയും വാമിരോയിൻ്റെയും പ്രേമകഥയുടെ ത്യാഗങ്ങൾ പറഞ്ഞാൽ അവരുടെ ത്യാഗം സഹിച്ച് അവരുടെ ജീവൻ തന്നെ സമർപ്പിച്ച ആ പ്രേം കഥയാണ് അതിൻ്റെ പിന്നിൽ. ജോ ഏക് സുഖദ് പരിവർത്തൻ കെലിയെ തീ, പക്ഷെ അതുകൊണ്ട് എന്താണ്, അതൊരു നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടായിരുന്നു, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്താര ഖൂബ് പരിശ്രമം करने के बाद कहाँ गया? തന്താര ഒരുപാട് വർക്കൊക്കെ ചെയ്തതിന് ശേഷം എവിടെയാണ് പോയത്? വഹാं के प्राकृतिक सौंदर्य का वर्णन अपने शब्दों में कीजिए. അവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. തന്താര ഖൂബ് പരിശ്രമം करने के बाद समुद्र के किनारे टहलने गया था. തന്താര അവരുടെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം സമുദ്രത്തിൻ്റെ തീരത്ത് വാക്കിങ്ങിന് വേണ്ടി പോയി. ടഹൽന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കിംഗ് ചെയ്യാം. സന്ധ്യ കാ സമയ था, സന്ധ്യാസമയമായിരുന്നു. ഉസ് സമയ ക്ഷിതിജ് പർ സൂരജ് ഡൂബ്നെ കോ था, ആ സമയത്ത് ക്ഷിതിജിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയമായിരുന്നു. ക്ഷിതിജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറൈസോൺ, HORIZON, ഹൊറൈസോൺ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയും ആകാശവും ഒരുമിക്കുന്ന പോലെ കാണുന്ന ഒരു സ്ഥലത്തിന്, ഒരു സ്പോട്ടിനെയാണ് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല, അതൊരു ഇമാജിൻ ആണ് മാത്രമാണ്. ഇപ്പം നമ്മൾ കടലിൻ്റെ തീരത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം വരെ നമ്മുടെ കണ്ണെത്തുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ വെള്ളം, പിന്നെ സമുദ്രവും പിന്നെ ആകാശവും കൂടി ഇങ്ങനെ ഒരുമിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒരു ഇമാജിനറി ആയിട്ട് ക്ഷിതിജ് എന്ന് പറയാം. ठंडी हवाएं चल रही थी, തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പക്ഷിയോं की चहचहाहट से वातावरण गूंज रहा था, പക്ഷികളുടെ സൗണ്ട് കൊണ്ട് വാതാവരൺ, അവിടെ അറ്റ്മോസ്ഫിയർ മൊത്തം പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ചഹചഹാഹട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷികളുടെ സൗണ്ടിനെയാണ് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ചിർപ്പിംഗ് എന്ന് പറയും. सूरज की अंतिम रंग बिरंगी किरणें पानी में घुलकर अद्भुत स्वर्गिक सौंदर्य की रचना कर रही थी. സൂര്യൻ്റെ അന്തിം രംഗ് ബിരംഗി കിരണേ, അവസാനത്തെ കളർഫുള്ളായിട്ട് ഉള്ള കിരണങ്ങൾ, പാനിമേ ഗുൽക്കർ, വെള്ളത്തിൽ മിക്സ് ആയിട്ട്, ഗുൽന എന്ന് വെച്ചാൽ മിക്സ് ആവുക, അദ്ഭുത സ്വർഗിക് സൗന്ദര്യക്ക്, അദ്ഭുതമായിട്ടുള്ള സ്വർഗിക് സൗന്ദര്യം എന്ന് വെച്ചാൽ വളരെയധികം സൗന്ദര്യമുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ, രചന കർ രഹി തീ പറഞ്ഞാൽ രചിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഉള്ള ആ സൂര്യൻ്റെ കളർഫുള്ളായിട്ടുള്ള കിരണങ്ങൾ വെള്ളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കാണും. അപ്പോൾ ആ പിന്നെ വ്യൂ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാമിരോ से मिलने के बाद തന്താര के जीवन में क्या परिवर्तन आया? വാമിരോവിനെ കണ്ടുമുട്ടിയതിന് ശേഷം തന്താരയുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത്? വാമിരോ से मिलने के बाद തന്താര के जीवन में अद्भुत परिवर्तन आया. വാമിരോവിനെ കണ്ടുമുട്ടിയതിന് ശേഷം തന്താരയുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. വഹ വാമിരോ से मिलकर सम्मोहित सा हो गया. തന്താര വാമിരോവിനെ കണ്ടുമുട്ടിയിട്ട് സമ്മോഹിതായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫാസിനേഷൻ എന്നൊക്കെ പറയാം, ഫാസിനേറ്റിംഗ് ആയിട്ട് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി, വളരെ അതുപോലൊരു മനസ്സ്, ഒരു മോഹിപ്പിക്കുന്ന അതുപോലെ ഒരു ഫീലിങ്സ് ഒക്കെ ആയി, വളരെ സന്തോഷം തോന്നിക്കും അങ്ങനെയുള്ള സമയത്തല്ലേ. ഉസ്കെ ശാന്ത ജീവൻ മേ ഹൽച്ചൽ മച്ച് ഗയി, തന്താരയുടെ ശാന്തമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ഹൽച്ചൽ മച്ച് ഗയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനക്കം, ഒരു ഇളക്കം ഉണ്ടായി. വഹ സ്വയം കോ രോമാഞ്ചിത് അനുഭവ് കർ രഹാ താ, തന്താര സ്വയം തന്നെ ഒരു ത്രിൽഡായിട്ട്, വളരെ അധികം രോമാഞ്ചിത് എന്ന് വെച്ചാൽ രോമാഞ്ചം എന്ന് നമ്മൾ മലയാളത്തിലും പറയും, വളരെ ത്രില്ലായിട്ട് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് കൂടിയ പോലെയൊക്കെ ഒരു ഫീലിംഗ് വരില്ലേ, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വഹ് വാമിരോക്ക് പ്രതീക്ഷാമേ ദിൻ ബിതാനെ ലഗ, എപ്പോഴും വാമിരോനെ പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെ ദിവസം മുഴുവനും സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി.
പ്രതീക്ഷ का एक एक पल उसे पहाड़ की तरह भारी प्रतीत होता था. പ്രതീക്ഷിച്ചിരിക്കുന്ന ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ നിമിഷവും പർവ്വതം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, അതുപോലെ വളരെ വലുതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വഹ ഹമേഷ അനിർണയ്ക്ക് സ്ഥിതിമേ രഹത്താ ഥാ. എപ്പോഴും തന്താര എന്താണ് വഹ എന്ന് പറയുന്നത് ആരാണ്? തന്താര എപ്പോഴും അനിർണയിക്ക് സ്ഥിതിമേ. അനിർണയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കാൻ പറ്റാത്ത, നിർണയം എടുക്കാൻ പറ്റാത്ത, നിർണയിക്കാൻ പറ്റാത്ത, നിർണയ് നെഹി കർ സക്ന, അങ്ങനൊരു അവസ്ഥയിലായിരുന്നു. കി വാമീരോ ഉസ്സെ മിൽനെ ആയകി യാ നഹി. ഇത് ദാമീരോ അല്ല കേട്ടോ, വാമീരോ. അപ്പോൾ എന്താണ് നിർണ്ണയിക്കാൻ പറ്റാത്തത്? വാമീരോ തന്താരനെ കാണാൻ വരുമോ ഇല്ലയോ എന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരിക്കും എപ്പോഴും, അല്ലേ? അർത്ഥാത് ഉസ്കെ മൻമേ ആശങ്കാസി ബനി രഹത്തി തി. അതിൻ്റെ അർത്ഥം എപ്പോഴും മനസ്സിൽ ആശങ്കയായിരുന്നു, വരുമോ ഇല്ലേ എന്നുള്ള ആശങ്കയായിരുന്നു. नेक्स्ट क्वेश्चन, प्राचीन काल में मनोरंजन और शक्ति प्रदर्शन के लिए किस प्रकार के आयोजन किए जाते थे? പഴയ കാലത്ത് മനോരഞ്ജൻ എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ ശക്തി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഏത് തരത്തിലുള്ള പിന്നെ പ്രോഗ്രാംസ് ഒക്കെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആയോജൻ കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. प्राचीन काल में मनोरंजन और शक्ति प्रदर्शन के लिए अनेक प्रकार के आयोजन किए जाते थे. പണ്ടത്തെ കാലത്ത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ശക്തി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടും പല തരത്തിലുള്ള പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുമായിരുന്നു. പശു പർവ്, അതിൽ കുറച്ചാണ് പശു പർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പശു എന്ന് വെച്ചാൽ അനിമൽസിൻ്റെ ഉത്സവം, പർവ് എന്ന് വെച്ചാൽ ത്യോഹാർ, ഉത്സവം. കുസ്തി തന്നെയാണ്. ദങ്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ അത്ലറ്റിക്സിൽ ഉള്ള പല തരങ്ങളാണ്. തഥാ മേള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിബിഷൻ കാ ആയോജൻ കിയാ ജാതാ താ. അപ്പോൾ ഇതെല്ലാം ഓർഗനൈസ് ആയിരുന്നു. പശു പർവ് മേ ഹൃഷ്ട പുഷ്ട പശുവും കാ പ്രദർശൻ ഹോത്താ താ. പശു പർവിലെ, പശുവിൻ്റെ ഉത്സവത്തിൽ ഹൃഷ്ടപുഷ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള അനിമൽസിനെ പ്രദർശിപ്പിക്കുമായിരുന്നു. യുവക്കോं की ശക്തി പരീക്ഷ के लिए उन्हें പശുവോं से बिड़ाया जाता था. യുവാക്കളുടെ ശക്തി പരീക്ഷിക്കുന്നതിനായി അവർക്ക് മൃഗങ്ങളെ നേരിടേണ്ടി വരും. ബിഡായ ജാത്താത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെ ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഈ യുവാക്കളും മൃഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ലഡാന എന്ന് പറയാം. ബിഡായ ജാന എന്ന് വെച്ചാൽ ലഡാന, ഫൈറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഇസ്മേ സഭി ലോഗ് ഹിസ്സ ലേത്തെ തെ. അതിൽ എല്ലാവരും പങ്കെടുക്കുമായിരുന്നു. പാസ ഗാവ് മേ വർഷ മേ एक ऐसा मेला होता था जिसमें सभी गाँवों के लोग इकट्ठे होते थे. പാസ ഗ്രാമത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഉണ്ടാവുമായിരുന്നു. പാസ ഗ്രാമം ഏതാണ്? തന്താര താമസിക്കുന്ന ഗ്രാമമാണ് പാസ ഗാവ്. അപ്പോൾ അവിടെ എക്സിബിഷൻ ഉണ്ടാവുമായിരുന്നു വർഷത്തിലൊരിക്കൽ. അതിൽ സഭീ ഗാവോं के लोग इकट्ठे होते थे. എല്ലാ ഗ്രാമങ്ങളിലെ ആൾക്കാരും അവിടെ ഒരുമിച്ച് കൂടുമായിരുന്നു. ഉസ്മേ നൃത്യ സംഗീത് और ഭോജൻ का भी प्रबंध होता था. അവിടെ അതിനുശേഷം നൃത്തവും സംഗീതവും ഭക്ഷണവും എല്ലാം ഏർപ്പാട് ചെയ്യുമായിരുന്നു. नेक्स्ट क्वेश्चन, रूढ़ियाँ जब बंधन बन बोझ बनने लगे तब उनका टूट जाना ही अच्छा है, क्यों? स्पष्ट कीजिए. റൂഢ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള, അതിൻ്റെ അർത്ഥം വളരെ പഴഞ്ചനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ അതിൻ്റെ ഒരാവശ്യമില്ല, ഒരർത്ഥവും ഇല്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തുള്ള കാര്യങ്ങൾ അതൊരു ബന്ധനമായിട്ട് ബോജ് ബന്നെ ലഗേ, നമുക്ക് ഭാരമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ബോജ് എന്ന് വെച്ചാൽ ഭാരമായി തീർന്നിട്ടുണ്ടെങ്കിൽ തബ് ഉൻകാ ടൂട്ട് ജാനാ ഹി അച്ചാ ഹെ, അത് ബ്രേക്കായി പോകണം. അപ്പോൾ പറഞ്ഞാൽ അത് പിന്നെ മാറിപ്പോകണം, അത് തന്നെയാണ് നല്ലത്. ക്യൂ, എന്തുകൊണ്ട്? സ്പഷ്ട് കീജിയെ. रूढ़ियाँ जब बंधन बन बोझ बनने लगे तब वास्तव में उनका टूट जाना ही उचित है. ഈ റൂഢിയ, ഇങ്ങനത്തുള്ള പഴഞ്ചൻ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിലൊന്നും ഒരർത്ഥവും ഇല്ല, ഉചിതവുമല്ല, അങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്ക് ബന്ധനങ്ങളായി ഭാരമാകുന്ന സമയത്ത് വാസ്തവമേ ഉൻകാ ടൂട്ട് ജാനാ ഹി ഉചിത് ഹെ, വാസ്തവത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ബ്രേക്കായി, അതെല്ലാം ഇല്ലാതായി പോകുന്നത് തന്നെയാണ് ഉചിതം. തഥാ ഇൻമേ പരിവർത്തൻ കർണ ശ്രേയസ്കർ ഹോത്താ ഹെ. അതുകൂടാതെ എന്താണ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ പരിവർത്തൻ കർണ, മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടവിടെ മാറ്റങ്ങൾ വരുത്തുന്നത് ശ്രേയസ്കർ ഹോത്താ ഹെ, നല്ല കാര്യമാണ്. ശ്രേയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്, അതിൽ വേണ്ട വിധം മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതാണ്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ റൂഢിയാം വ്യക്തിക്കോ ബന്ധനൊമേ ജക്കട് ലേത്തി ഹെ, ഇതുപോലുള്ള പഴഞ്ചൻ രീതികൾ വ്യക്തികളെ ബന്ധനങ്ങളിൽ കുടുക്കിയിടുന്നു അല്ലെങ്കിൽ കുരുക്കിയിടുന്നു. ജക്കട് ലേത്തി ഹെ എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ കുടുങ്ങുക. ജിസ്സെ വ്യക്തി കാ വികാസ് ഹോന ബന്ദ് ഹോ ജാത്താ ഹെ,
ഇതുമൂലം വ്യക്തിയുടെ വികാസം അഥവാ ഗ്രോത്ത് നിന്നുപോകുന്നു. ഇൻകെ ടൂട്ട് ജാനെ സെ വ്യക്തി കെ ദിലോ ദിമാഗ് പർ ഛായ ബോझ് ഹട്ട് ജാത്താ ഹെ. ഇതെല്ലാം ബ്രേക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇല്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ മനസ്സിലും ബ്രെയിനിലും എല്ലാം ഉണ്ടായ ആ ഭാരം അതും നീങ്ങിപ്പോകുന്നു. വ്യക്തി കി ഉന്നതി തഥാ സ്വതന്ത്രത ഹേതു ഇൻ റൂഢിയോ കോ തോട് ദേനാ ചാഹിയേ. വ്യക്തിയുടെ ഉന്നതി അഥവാ ഗ്രോത്ത് അല്ലാന്നുണ്ടെങ്കിൽ അഭിവൃദ്ധി, പ്രോസ്പെരിറ്റി എന്ത് വേണോ പറയാം, അതിനും പിന്നെ സ്വതന്ത്രതയ്ക്കും വേണ്ടിയിട്ട് ഇൻ റൂഢിയോങ്കോ തോട് ദേനാ ചാഹിയേ. ഇതുപോലുള്ള പഴഞ്ചൻ രീതികൾ ആവശ്യമില്ലാത്ത ഇതിനെ ബ്രേക്ക് ചെയ്യണം. നഹി തോ യേ ഹമാരി ഉന്നതി മേ ബാധക് ബൻകർ ഖടി രഹേഗി. അല്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങൾ നമ്മളുടെ ഉന്നതിയിൽ, നമ്മളുടെ അഭിവൃദ്ധിയിൽ ബാധക് ബൻകർ തടസ്സമായിട്ട് ഖടി രഹേഗി നിൽക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആശയ സ്പഷ്ട കീജിയെ. ആശയ സ്പഷ്ട കർണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്ററിലുള്ള സെൻറ്റൻസ് തരും, നമ്മൾ അതിൻ്റെ ആശയം വ്യക്തമാക്കണം. ജബ് കോയി രാഹ് ന സൂചി तो क्रोध का शमन करने के लिए उसने शक्ति भर उसे धरती में घोंप दिया और താക്കത്ത് സെ ഉസെ കീഞ്ചനെ ലഗാ. ജബ് കോയി രാഹ് ന സൂചി തോ, വേറെ വഴിയൊന്നും കിട്ടാതിരുന്ന സമയത്ത്, വേറെ വഴിയൊന്നും ഇല്ലാതായപ്പോൾ, ക്രോധ് കാ ശമൻ കർണേ കെ ലിയെ, ക്രോധത്തിൻ്റെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ദേഷ്യത്തിനെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഉസ്നെ ശക്തി ഭർ, വളരെ ശക്തിയോട് കൂടിയിട്ട്, ഉസെ ധർത്തി മേ ഖോപ് ദിയ. ഉസെ എന്ന് പറയുന്നത് എന്തിനാണ്? ആ വാള്, അതിനെ ഭൂമിയിൽ അങ്ങനെ കുത്തി. ഓർ താക്കത്ത് സെ ഉസെ കീഞ്ചനെ ലഗ. പിന്നെ കുത്തിയ സമയത്ത് എന്താണ്, അത് കുറച്ച് ആഴത്തിലേക്ക് പോവില്ലേ, പിന്നെ അപ്പോൾ അതിനെ വളരെ ശക്തിയോടുകൂടി അതിനെ പിന്നെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പം ഇതിൻ്റെ ആശയം എന്താണ്? ഇസ്കാ ആശയ ഹേ കി ഗാവ് വാലോ ഓർ വാമിരോ കി മാ ദ്വാര എന്നല്ല ദ്വാര കേട്ടോ. ദായിൻ്റെ താഴെ ഒരു ചെറിയ വാ, പിന്നെ ആക്കി മാത്ര, ആയിൻ്റെ മാത്ര ര, ദ്വാര. ഇസ്കെ ആശയം, ഇതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, ഗാവ് വാലോ ഗ്രാമവാസികളും പിന്നെ വാമീരോവിൻ്റെ അമ്മയാലും അപമാനിത് ഹോനെ ബാദ്, അപമാനിക്കപ്പെട്ടതിന് ശേഷം, തന്താര കെ ക്രോധ് കാ ടിക്കാന ന രഹ, തന്താരയുടെ ദേഷ്യത്തിന് അതിരില്ലായിരുന്നു, വളരെ ദേഷ്യം വന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അല്ലേ. മാ ദ്വാര പറഞ്ഞ അമ്മയാൽ. ക്രോധ് മേ ഹി ഉസ്നെ അപ്നി തൽവാർ നിക്കാൽക്കർ ഉസെ പൂരി ശക്തി സെ ധർത്തി മേ ഖോപ് ദിയ. അപ്പോൾ ആ ദേഷ്യം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ദേഷ്യത്തിലാണ് അപ്നി തൽവാർ നിക്കാൽക്കർ, തൻ്റെ ശക്തിയോടെ ധർത്തി മേ ഖോപ് ദിയ, ഭൂമിയിൽ അങ്ങനെ അതിനെ കുത്തിവെച്ചു. എന്നിട്ട് പൂരി താക്കത്ത് സെ കീഞ്ചനെ ലഗ, എന്നിട്ട് അതിനെ മുഴുവൻ ശക്തിയോടുകൂടി അതിനെ ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. ജിസ്സെ ധർത്തി മേ സീതി ദരാർ ആ ഗയി. അതുകൊണ്ട് ഭൂമിയിൽ നേരെ ക്രാക്ക് വന്നു. ആ തൽവാർ വലിച്ചു കൊണ്ടുപോയ ആ ലൈനിൽ കൂടി എന്താണ്, ഭൂമി ക്രാക്കായി. ഓർ ധർത്തി ദോ ടുക്കടോ മേ ബട്ട് ഗയി, ഭൂമി 2 കഷ്ണങ്ങളായിട്ട് വിഭജിച്ചു, ഡിവൈഡായി, പിളർന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, बस आस की एक किरण थी जो समुद्र की देह पर डूबती किरणों की तरह कभी भी डूब सकती थी. ബസ് ആസ് की एक किरण थी. ആസ് എന്ന് വെച്ചാൽ പ്രതീക്ഷ, പ്രതീക്ഷയുടെ ഒരു കിരണമുണ്ടായിരുന്നു. അത് സമുദ്രത്തിൻ്റെ ദേഹത്തിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? സമുദ്രത്തിൽ, ആ സമുദ്രത്തിൻ്റെ വെള്ളത്തിൽ, അതിൽ മുങ്ങുന്ന സൂര്യൻ്റെ കിരണങ്ങളെ പോലെ എപ്പോഴും മുങ്ങാൻ സാധ്യതയുള്ളതായിരുന്നു ഈ പ്രതീക്ഷയുടെ കിരണവും. അപ്പോൾ അതിൻ്റെ ആശയം, തന്താര വാമീരോ കോ പെഹലെ ഹി നസർ മേ ബെഹദ് പ്രേം കർണേ ലഗാ താ. തന്താര വാമീരോവിനെ ആദ്യം കണ്ടതിൽ തൊട്ട് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. വഹ് ഉസ്കി പ്രതീക്ഷ മേ അപ്നെ ജീവൻ കി സമ്പൂർണ്ണ ആസ് ലഗായെ ബൈഠാ താ. വഹ് ആരാണ്? തന്താര. തന്താര ഉസ്കി പ്രതീക്ഷ മേ, ആരുടെ പ്രതീക്ഷയിൽ? വാമീരോവിൻ്റെ പ്രതീക്ഷയിൽ, അപ്നെ ജീവൻ കി സമ്പൂർണ്ണ ആസ് ലഗായ ബൈഠാ താ, തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയും ആണ് എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. उसने उसे पुनः सांझ को समुद्री चट्टान पर आने के लिए कहा था. തന്താര വാമിരോയിൻ്റെ അടുത്ത് പിന്നെയും വൈകുന്നേര സമയത്ത്, സന്ധ്യാസമയത്ത് ആ സമുദ്രതീരത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അധഹ വഹ ചട്പട്ടാത്തെ ഹുയെ അധീരത സെ ഉസ്കി പ്രതീക്ഷ കർ രഹാ താ. അധഹ വഹ ചട്പട്ടാത്തെ ഹുയെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ടിട്ട് പറഞ്ഞാൽ, കുറേ മുമ്പേ തന്നെ വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചട്പട്ടാത്തെ ഹുയെ, അങ്ങനെ കുറച്ച് പ്രയാസപ്പെട്ട്, അധീരദാസെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ട് പറഞ്ഞാൽ, എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടിരിക്കില്ലേ, റെസ്റ്റ്ലെസ് ആയിട്ട്, അങ്ങനെ ഒരു അവസ്ഥയിൽ ഉസ്കി പ്രതീക്ഷ കർ രഹാ താ, വാമീരോയിൻ്റെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ മൻമേ ഏക് ആശങ്ക യഹ് ഭി ഥീ കി കഹി വാമീരോ ന ആയേ. തന്താരോൻ്റെ മനസ്സിൽ ഒരാശങ്കയും ഉണ്ടായിരുന്നു, വാമീരോ വന്നില്ലെങ്കിലോ എന്നും.
ഇസ് ആശങ്കാസെ ഉസ്കാ മൻ കാംപ് ഉഠ്താ താ. ഈ ആശങ്ക വരുന്ന സമയത്ത് എന്താണ് തന്താരയുടെ മനസ്സ് വിറയ്ക്കുമായിരുന്നു. പരന്തു സാത്ത് ഹി ഏക് ആശാ കി കിരൺ ഭി തീ. അതിൻ്റെ കൂടെ ഒരു ആശയുടെ കിരണങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഒരു പ്രതീക്ഷയ്ക്കും വകയുണ്ടായിരുന്നു എന്നർത്ഥം. ഇല്ല വരും, പിന്നെ വരില്ല തോന്നും, പിന്നെ ഇല്ല വരും എന്നും വിചാരിക്കുമായിരുന്നു. ഉസെ ലഗ്താ ഹെ കി ആശാ കി ഹെ കിരൺ വാമിരോ കി ന ആനെ പർ സമുദ്ര മേ ഡൂബ്തെ സൂര്യ കി കിരണോ കെ സമാൻ കഹി ഡൂബ് ന ജായേ. പിന്നെന്താ തോന്നുന്നുണ്ടായിരുന്നത്? ആശാ കി ഹെ കിരൺ, പ്രതീക്ഷയുടെ ആ കിരണം, വാമീരോ കെ ന ആനെ പർ, വാമീരോ വന്നില്ല എങ്കിൽ, സമുദ്രത്തിൽ ഡൂബ്തെ ഹുയെ സൂര്യക്ക്, സമുദ്രത്തിൽ മുങ്ങുന്ന സൂര്യൻ്റെ കിരണങ്ങളെ പോലെ, കഹി ഡൂബ് ന ജായേ, അതുപോലെ മുങ്ങിപ്പോയാലോ എന്ന് തോന്നുമായിരുന്നു. പറഞ്ഞാൽ ആ പ്രതീക്ഷയുടെ കിരണം സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന സൂര്യൻ്റെ കിരണങ്ങളെ പോലെ മുങ്ങിപ്പോയാലോ എന്ന് തോന്നുമായിരുന്നു വന്നില്ലെങ്കിൽ. തന്താര ഉസ് ഉദേഡ് ബുൻമേ ബേട്ടാ ഹുവാ താ. ഉദേഡ് ബുൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴിച്ചു പണി എന്ന് പറയില്ലേ നമ്മൾ. ഉദേടന എന്ന് വെച്ചാൽ അഴിക്കുക, ബുന്ന എന്ന് വെച്ചാൽ പണിയുക, ഉണ്ടാക്കുക. പറഞ്ഞാൽ നമ്മൾ ബുന്ന എന്ന് വെച്ചാൽ ശരിക്കും വേർഡ് മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിറ്റിംഗ് എന്ന് പറയില്ലേ, സ്വെറ്ററൊക്കെ ഉണ്ടാക്കണതിന്, അതിനാണ് ബുന്ന എന്ന് പറയുക കേട്ടോ. അപ്പോൾ ബുന്ന ഉദേടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുക അഴിക്കുക, ഉണ്ടാക്കുക അഴിക്കുക. അപ്പോൾ ഉദേഡ് ബുന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴിക്കുക ഉണ്ടാക്കുക, അതിന് പറയുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വരും ഇല്ല, വരും ഇല്ല, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഉദേഡ് ബുൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ബൈട്ടാവുക, അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓർ ആശ നിരാശ കെ ബീച്ച് ഝൂൽത്തെ ഹുവേ. ആശ നിരാശ രണ്ടിൻ്റെയും ഇടയിൽ അങ്ങനെ ആടി ഒലയുക. ഝൂൽന എന്ന് വെച്ചാൽ അങ്ങനെ ആടുക. अपने प्रेम के सफल होने की कामना कर रहा था. തൻ്റെ പ്രേമം സഫലമാകാനുള്ള വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാഷ അദ്ദേഹം സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട് കേട്ടോ.